السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الناس، أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ അധ്യക്ഷൻ KNM-ൻ്റെയും ISM-ൻ്റെയും MSM-ൻ്റെയും MGM-ൻ്റെയും ഊർജ്ജസ്വലരായ നേതാക്കളെ, പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇവിടെ ഒത്തൊരുമിക്കുവാനും അള്ളാഹുവിൻ്റെ ദീൻ ചർച്ച ചെയ്യുവാനും നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അതിന് ആദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കാം. അൽഹംദുലില്ലാഹ്. നമുക്കറിയാം, കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന ആദർശ പ്രസ്ഥാനം, അതിൻ്റെ യുവജന വിഭാഗം നടത്തിവരുന്ന ആദർശ പാഠശാലയുടെ ആ പ്രോഗ്രാമിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത് എന്ന ബോധം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമേറിയ ഒരു വിഷയത്തെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കേണ്ടത്. ഈമാനും അതുപോലെ തന്നെ ഇഹ്സാനും ഇഖ്ലാസും അതുപോലെ പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളുമാണ് നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ ഇതിൻ്റെ സംഘാടകർ ആവശ്യപ്പെട്ടിട്ടുള്ളത്.
വിഷയത്തിൻ്റെ ബാഹുല്യവും വിഷയത്തിൻ്റെ ഗൗരവവും കണക്കിലെടുത്തുകൊണ്ട് എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തെ എത്രത്തോളം പറഞ്ഞു തീർക്കാൻ സാധിക്കുമോ, എത്രത്തോളം വിശദീകരിക്കാൻ സാധിക്കുമോ അത്രത്തോളം വിശദീകരിക്കാൻ ഞാൻ പരിശ്രമിക്കുമെന്ന് ആമുഖമായി തന്നെ ഉണർത്തുകയാണ്. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് വിശ്വാസം നഷ്ടപ്പെടാതെ മരിക്കുക എന്നതാണ്. വിശ്വാസം നഷ്ടപ്പെടാതെ മരിക്കുക എന്ന് പറയുമ്പോൾ അമ്മമാര് പോലും പ്രാർത്ഥിച്ചത് ആ രൂപത്തിൽ തന്നെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. തവഫനി മുസ്ലിമൻ വൽഹഖ്നി ബിസ്സാലിഹീൻ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സജ്ജനങ്ങളുടെ കൂട്ടത്തിലാക്കുകയും ചെയ്യണമേ റബ്ബേ എന്ന് പ്രവാചകന്മാർ, അമ്പിയാക്കൾ അവരൊക്കെയും പ്രാർത്ഥിച്ചത് ആ രൂപത്തിലാണ്. ഇനി നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ, നമ്മുടെയൊക്കെ വിശ്വാസങ്ങൾ, നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഏത് രൂപത്തിലാണ് എന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ വിഷയത്തിൻ്റെ ഈമാനും ഇഹ്സാനും ഇഖ്ലാസും ചേർന്ന് വന്നിട്ടുള്ളതാണോ എന്ന് നമുക്ക് പരിശോധിക്കുവാൻ സാധിക്കുക. നമുക്കറിയാം, ഈമാൻ എന്ന് പറയുമ്പോൾ വിശ്വാസം എന്നാണ്. നമ്മൾ മദ്രസകളിൽ കേട്ട് പരിചയമുള്ള അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള മനഃപ്പാഠമാക്കിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈമാൻ കാര്യങ്ങൾ ഏത് എന്ന് ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ എണ്ണി 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 6 എണ്ണം നമ്മളൊക്കെ പഠിച്ചവരാണ്. 6 കാര്യങ്ങൾ നമ്മൾ പഠിച്ചവരാ. പക്ഷേ ആ വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടോ? ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ടോ? ഒന്നാമതായി അവിടെ പ്രഖ്യാപിച്ചത് അൻതുഉമിനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസം എന്നാണ്. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക എന്നാണ്. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ എന്റെ റബ്ബന്റെ മനോവികാരം പോലും വളർന്നു തിട്ടപ്പെടുത്താൻ കഴിവുള്ളവനാണ് എന്ന ബോധം എന്റെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുക. ആരൊക്കെ കണ്ടാലും, ആരൊക്കെ കേട്ടാലും, ആരൊക്കെ അറിഞ്ഞാലും, ആരൊക്കെ മനസ്സിലാക്കിയാലും, ആരൊക്കെ കണ്ടിട്ടില്ലെങ്കിലും, ആരൊക്കെ അറിഞ്ഞിട്ടില്ലെങ്കിലും എന്റെ റബ്ബനെ കാണുന്നുണ്ട് എന്ന ബോധത്തിലുള്ള ഒരു വിശ്വാസമായിരിക്കണം അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ഈ വിശ്വാസം നമ്മുടെ മനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മളൊക്കെയും പരിശോധിക്കുക. അള്ളാഹു കാണുന്നത് പോലെ കാണുകയും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും അള്ളാഹു അറിയുന്നത് പോലെ അറിയുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതവസ്ഥയിലും ലോകത്തിന്റെ രക്ഷിതാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ എന്ന് മയപ്പെടുത്താതെ, വെട്ടിച്ചുരുക്കാതെ, മായം ചേർക്കാതെ, തനിമയോടുകൂടി ലോകത്ത് വന്നിട്ടുള്ള പ്രവാചകന്മാർ പഠിപ്പിച്ച പ്രബോധനത്തിലെ കാതലായ വശം അത് തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് തനിക്ക് യഥാർത്ഥത്തിലുള്ള ഒരു മുസ്ലിമാണ്, മുഅ്മിനാണ് എന്ന് അവകാശപ്പെടുവാൻ ഓരോരുത്തർക്കും സാധിക്കുക. ഇങ്ങനെ ഒരു സാധ്യത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിശ്വാസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ മനസ്സിലുണ്ടോ? റബ്ബല്ലാതെ കാണുന്നവനില്ല. റബ്ബ് കാണുന്നത് പോലെ കാണാൻ ആർക്കും സാധ്യമല്ല. റബ്ബ് കേൾക്കുന്നത് പോലെ കേൾക്കാൻ ആർക്കും സാധ്യമല്ല. റബ്ബറിയുന്നത് പോലെ അറിയാൻ ആർക്കും സാധ്യമല്ല. റബ്ബാണ് എല്ലാത്തിനും കഴിവുള്ളവനെന്ന ആ ഒരു ബോധത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്ക് അവർക്കും നാട് വിടേണ്ടി വന്നത്, അവർക്ക് ഈ ലോകം വിട്ട് പോകേണ്ടി വന്നത്. അവർ ഏത് നാട്ടിലാണ് അഭിമുഖീകരിച്ചത്, ആ നാട് വിട്ട് പോകേണ്ടി വന്നത് അവർ ഈ ആദർശം സ്വീകരിച്ചതിന്റെ പേരിലും പ്രബോധനം ചെയ്തതിന്റെ പേരിലുമാണ്. അതാണ് രണ്ടാമതായും മൂന്നാമതായും നമ്മളൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്ന
ഓരോ കാര്യങ്ങളും പ്രവാചകന്മാർക്ക് വഹയി എത്തിച്ചു കൊടുത്ത മലക്കുകൾ, അവരിലുള്ള വിശ്വാസം, പ്രവാചകന്മാരിലുള്ള വിശ്വാസം, അന്ത്യദിനത്തിലുള്ള വിശ്വാസം, ഇങ്ങനെ എണ്ണി എണ്ണി അവസാനമെത്തി എവിടെയാ? നന്മയും തിന്മയും അല്ലാഹുവിൽ നിന്നാണ് എന്ന ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ അവസാനിപ്പിക്കുമ്പോൾ നമുക്കൊക്കെയും വേണ്ട ഈ ഒരു പ്രബോധനത്തിലെ കാതലായ വശം ഒന്നാമതായി അംഗീകരിക്കുമ്പോഴാണ് അല്ലാഹുവിലും ഏതൊരു വിഷയം സംസാരിക്കുമ്പോഴും അവിടെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അതുപോലെ തന്നെ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ലത് സംസാരിക്കട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന അതുപോലെയുള്ള വചനങ്ങൾ പോലെ ഒട്ടനവധി വചനങ്ങൾ നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. ഇതൊക്കെ പഠിച്ചത് എന്തിനു വേണ്ടിയാ? ഇതൊക്കെ പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഇതുപോലുള്ള ആദർശ പാഠശാലകൾ എന്തിനു വേണ്ടിയാ നടത്തുന്നത്? നമ്മൾ പഠിക്കാൻ വേണ്ടിയാ, നമ്മൾ അറിയാൻ വേണ്ടിയാ, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാ. ജീവിതത്തിന്റെ സകല മേഖലകളിലും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാ. അത് പ്രബോധനം ചെയ്യുമ്പോൾ ഇതുപോലുള്ള സദസ്സുകളിൽ വന്നിരിക്കേണ്ടി വരും. ചിലപ്പോൾ യാത്രകൾ ഒഴിവാക്കേണ്ടി വരും. എന്തിനു വേണ്ടിയാ? ഞാനൊരു വിശ്വാസിയാണ്, എന്റെ മേൽ ബാധ്യതയാണത്. ഞാനൊരു മുസ്ലിമാണ്, എന്റെ മേൽ ബാധ്യതയായിട്ടുള്ളതാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ ഫഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമായിരുന്നു ഇത്. ഇതൊക്കെ ഇതിന്റെ അർത്ഥമൊക്കെ നമുക്കറിയാം. അതിലേക്കൊന്നും ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് വിശ്വാസപരമായ കാര്യങ്ങൾ, ഈമാനികമായ കാര്യങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. നമ്മൾ ഇന്നേ വരെ ഈ തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് വിട്ടുപിരിഞ്ഞു പോകേണ്ടി വന്നിട്ടുണ്ടോ? മഹല്ല് വിലക്കുകൾ ഏർപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ അൽഹംദുലില്ലാഹ്, നല്ല കാര്യം. കുറച്ചൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കാതെ, കുറച്ചൊക്കെ പ്രയാസം അനുഭവിക്കാതെ, കുറച്ചൊക്കെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അനുഭവിക്കാതെ ചുളുവിലങ്ങ് സ്വർഗത്തിൽ കിടക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചിരിക്കുകയാണ് എങ്കിൽ അതെല്ലാം മൗഢ്യമാണ് എന്ന ആ ഒരു ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. വിശുദ്ധ ഖുർആൻ മാനവലോകത്തോട് പ്രഖ്യാപിച്ചൊരു കാര്യ. നിങ്ങൾ കരുതുന്നുണ്ടോ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ചുളുവിലങ്ങ് സ്വർഗത്തിലേക്ക് അങ്ങ് കിടക്കാമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്ന് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. പക്ഷേ സാധ്യമല്ല. കുറച്ചൊക്കെ പേടിക്കേണ്ടി വരും, കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും, കുറച്ചൊക്കെ അക്രമങ്ങൾ സഹിക്കേണ്ടി വരും, പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വരും, മഹല്ല് ബഹിഷ്കരണങ്ങൾ ഏൽക്കേണ്ടി വരും, ചിലപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ പുറത്താകേണ്ടി വരും, ചിലപ്പോൾ നാട് വിട്ടു പോകേണ്ടി വരും. ഇതുപോലെ കുറച്ചെങ്കിലും അനുഭവിക്കാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ സാധ്യമല്ലെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തരുമ്പോ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കുന്നവരാണ്. ആ സ്വർഗത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവർ, സ്വർഗം കരസ്ഥമാക്കുവാൻ വേണ്ടി പ്രയത്നിക്കുന്നവർ, കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഒരു ആദർശ കുടുംബമാണോ എന്റേത് എന്ന് ഈമാനികമായ വസ്തുതകൾ, ഈമാനികമായ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അത് ജീവിതത്തിൽ പകർത്തുന്ന ഒരു കുടുംബമാണോ എന്റേത് എന്ന് ഏത് സമയത്ത് നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കണം. ഏതേത് സമയത്ത് നമ്മൾ പരിശോധിക്കണം. ഈമാൻ കുറഞ്ഞു പോകുന്നുണ്ടോ? ഈമാനികമായ കഴിവുകൾ, ഈമാനികമായ എന്റെ വിശ്വാസങ്ങൾ കുറഞ്ഞു പോകുന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് വന്ന് ചോദിച്ചപ്പോ ഈമാൻ കുറയുമോ കൂടുമോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള മറുപടി കൊടുത്തതും അപ്രകാരം തന്നെയായിരുന്നു. കൂടുമോ എന്ന് ചോദിച്ചപ്പോ പർവ്വതം കണക്കത് വർദ്ധിക്കും. കുറയുമോ എന്ന് ചോദിച്ചപ്പോഴും അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തതും വസ്ത്രം നുരുമ്പിപ്പോകുന്നത് പോലെ അത് കുറഞ്ഞു പോകുമെന്ന്, അത് നുരുമ്പിപ്പോകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. നമ്മുടെ ഈമാൻ കുറഞ്ഞതാണോ കൂടിയതാണോ? നമ്മളൊക്കെ ചിന്തിക്കുക. നമ്മളിങ്ങനെ ഒരു ഖുത്ബ കേൾക്കുമ്പോ, ഒരു ക്ലാസ് കേൾക്കുമ്പോ, ഇത് കഴിഞ്ഞ ഖുത്ബയിൽ ഞങ്ങൾ കേട്ടതാ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ ഖുത്ബയിൽ ഞങ്ങൾ ക്ലാസ്സിൽ കേട്ടതാ, അല്ലെങ്കിൽ ഇനി മുമ്പൊരിക്കൽ ഇതുപോലുള്ള സമ്മേളനങ്ങളിൽ ഞങ്ങൾ കേട്ടതാ, ഇതുപോലുള്ള ക്യാമ്പുകൾ ഞങ്ങൾ കേട്ടതാ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒന്നുകൂടി കേൾക്കുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഒന്നുകൂടി കേൾക്കുമ്പോ നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്നുണ്ടോ?
ഈമാൻ വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ എങ്കിൽ നമുക്ക് വിശ്വാസികളെന്ന് അവകാശപ്പെടുവാനുള്ള കാര്യമുണ്ട്. വിശ്വാസികളെന്ന് അവകാശപ്പെടാൻ നമുക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ദുഖിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം നമ്മൾ ഒന്ന് ചിന്തിക്കുക. വിശുദ്ധ ഖുർആൻ പറയുകയല്ലയോ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട്, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുകയാണ്. എന്താണത്? അല്ലാഹുവിന്റെ ആയത്തുകളെ കുറിച്ച്. ഇദാ ദുഖിറല്ലാഹ് വജിലത് ഖുലൂബുഹും, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ട് കഴിഞ്ഞാൽ വജിലത് ഖുലൂബുഹും, അവിടെ ഹൃദയങ്ങൾ ഭയഭക്തിയാൽ വിറയൽ കൊള്ളും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ അവരുടെ വിശ്വാസം അതുവരെ ഉണ്ടായിരുന്ന വിശ്വാസത്തെക്കാൾ ഒരു പടി കൂടി ഉയരും. നമ്മളോ? നമുക്കുണ്ടോ ഈ ഉയർച്ച? നമുക്കുണ്ടോ ഈ ഉയർച്ച? വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ റബ്ബിൽ ബലമേൽപ്പിക്കുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ചു തന്നു. വിശുദ്ധ ഖുർആനിന്റെ ഇങ്ങനെ ഓരോ വരികളിലൂടെയും നമ്മളൊക്കെയും സഞ്ചരിക്കുമ്പോ അവിടെയൊക്കെയും കാണുവാൻ സാധിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ്. വിശ്വാസപരമായ കാര്യങ്ങൾ, വിശ്വാസത്തിൻ്റെതായ കണികകൾ. വിശ്വാസം ഏത് രൂപത്തിൽ ഊട്ടി ഉറപ്പിക്കണമെന്ന് അള്ളാഹുവും അവന്റെ പ്രവാചകനും നമുക്ക് പരിചയപ്പെടുത്തി തന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ച പ്രഖ്യാപനങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടവരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലത്തെ പ്രവാചക ജീവിതം, അതിനു മുമ്പുള്ള ജീവിതവും നമ്മളൊന്നെടുത്ത് പരിശോധിക്കുക. 23 വർഷക്കാലത്തിന്റെ ആ 23 വർഷക്കാലം പ്രവാചകനായി ജീവിച്ചു. ആ ജീവിതത്തെ കുറിച്ച് നമുക്കറിയാം. ധാരാളം യാതനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, ധാരാളം വേദനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, ധാരാളം പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം കടന്നു പോയത് എന്തിനു വേണ്ടിയായിരുന്നു? റബ്ബിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചതിന്റെ പേരിൽ, റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ചതിന്റെ പേരിൽ, അത് പ്രബോധനം ചെയ്തതിന്റെ പേരിൽ. അങ്ങനെ പ്രബോധനം ചെയ്യുമ്പോഴും അത് ജീവിതത്തിൽ പകർത്തുമ്പോഴും അത് കുടുംബത്തിലും സമൂഹത്തിലും അറിയിക്കുമ്പോഴും ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നു, പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു, നാട് വിടേണ്ടി വന്നു. ഇതൊക്കെ അല്ലാഹുവിലുള്ള വിശ്വാസം, ആ ഈമാൻ മനസ്സിലേക്ക് ഊട്ടി ഉറപ്പിച്ചത് കൊണ്ട് മാത്രമായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, അല്ലാഹുവിന്റെ പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി നിന്നിട്ട് അവിടെയുണ്ടായിരുന്ന ജനങ്ങളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞൊരു പ്രഖ്യാപനമുണ്ട്. ഈ മലയുടെ പിൻഭാഗത്ത് നിന്ന് ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോ അവിടെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞതെന്താ? മുഹമ്മദേ, നീയാണ് പറയുന്നത് എങ്കിൽ ഞങ്ങളത് വിശ്വസിക്കും. കാരണം എന്താ? ഇന്നേ വരെ ഒരാളെയും നീ ചതിച്ചിട്ടില്ല, ഇന്നേ വരെ ഒരാളെയും നീ വഞ്ചിച്ചിട്ടില്ല, ഇന്നേ വരെ ഒരാളോടും നീ നുണ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മുഹമ്മദേ, നീ പറഞ്ഞാൽ ഞങ്ങളത് വിശ്വസിക്കുമെന്ന് പറഞ്ഞപ്പോ രണ്ടാമതായി പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഗ്രഹങ്ങളെ എല്ലാം നിങ്ങൾ ഉപേക്ഷിക്കണം, നിങ്ങൾ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാത്തിനെയും നിങ്ങൾ ഉപേക്ഷിക്കണം. എന്നിട്ടോ നിങ്ങൾക്ക് വായു തരുന്ന, നിങ്ങൾക്ക് വെള്ളം തരുന്ന, വിളിച്ചു ചേർത്തത്, വിളിച്ചുകൂട്ടിയത് ഇതിന് വേണ്ടിയാണോ? നശിക്കട്ടെ മുഹമ്മദ് എന്ന് പറഞ്ഞ ആ അബൂലഹബിനെ നശിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവതരിച്ചല്ലോ. ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്? ആദ്യം പറഞ്ഞപ്പോ നീ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ, അവനോട് മാത്രം സഹായം തേടണമെന്ന് പറഞ്ഞപ്പോൾ തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ, മുഹമ്മദേ നീ നശിക്കട്ടെ, ഇതിനു വേണ്ടിയാണോ ഞങ്ങളെ നീ വിളിച്ചു ചേർത്തത് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ച അബൂലഹബിന്റെ ചരിത്രം നമുക്ക് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇവിടെയൊക്കെയും കാണുവാൻ സാധിക്കുന്നത്, ഇവിടെയൊക്കെയും കേൾക്കുവാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിലുള്ള വിശ്വാസമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
അതുപോലെ തന്നെ വിരലിലെണ്ണാവുന്ന സ്വഹാബത്ത് മാത്രം വിശ്വസിച്ചു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രബോധനത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലൂടെയും രഹസ്യ പ്രബോധനത്തിലൂടെയും പരസ്യ പ്രബോധനത്തിലൂടെയും കടന്നുപോയി. ഇങ്ങനെ കടന്നു പോകുന്ന സന്ദർഭമൊക്കെ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും സലഫുകളുടെയും സ്വഹാബത്തിന്റെയും ചരിത്രത്തിന്റെ താളുകൾ മറിക്കുമ്പോ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ചരിത്രങ്ങൾ വരെ കേൾക്കുകയും അറിയുകയും ചെയ്തവരാണ് നമ്മൾ. പക്ഷേ ഈ ചരിത്രങ്ങൾ എത്ര കേട്ടിട്ടും നമ്മുടെ മനസ്സുകൾക്ക് മാറ്റമുണ്ടോ? അവരുടെ ഈമാൻ പോലെ, അവരുടെ വിശ്വാസം പോലെ അവര് പോകുന്ന സ്വർഗത്തിലേക്ക് എനിക്കും എത്തിപ്പെടണമെന്ന ആഗ്രഹത്തിൽ ജീവിക്കാൻ നമ്മിൽ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. എന്തിനു വേണ്ടിയായിരുന്നു ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ അവിടെയുള്ള അങ്ങാടിയിലെ കുട്ടികളെ കൊണ്ട് നെഞ്ചത്ത് പാറക്കല്ലുകൾ വെച്ച് കയറ്റി അവിടെയുള്ള കുട്ടികളെ കൊണ്ട് വലിപ്പിച്ചതെന്തിനു വേണ്ടിയായിരുന്നു? ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ, അള്ളാഹുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ, വിശ്വാസ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയതിന്റെ പേരിലായിരുന്നു ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു പീഡിപ്പിക്കപ്പെട്ടത്, പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത്. ഇങ്ങനെ ഓരോ സ്വഹാബത്തിന്റെയും ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോ ഒരു സ്വഹാബിയുടെ ജീവിതം പ്രബോധനത്തിൽ നമുക്ക് പ്രചോദനമേകാൻ ആ ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണത്? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾ ഈ ചരിത്രം കേട്ടതായിരിക്കും, നിങ്ങൾ ഈ ചരിത്രം പഠിച്ചതായിരിക്കും, നിങ്ങൾ ഈ ചരിത്രം പലരുടെയും നാവുകളിലൂടെ കേട്ടവരുമായിരിക്കും. പക്ഷേ ഇതൊന്നുകൂടി കേൾക്കുമ്പോ അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്യാൻ പ്രചോദനമാകണം നമുക്ക്. ഈമാനികമായ ഇഹ്സാനോടുകൂടി, ഇഖ്ലാസോടുകൂടി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് തൗഹീദ് പറയാനും സുന്നത്ത് പറയാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിത പാന്താവിലൂടെ ഞാൻ എന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹത്തിൽ ഞാൻ പ്രയത്നിച്ചു, പ്രവർത്തിച്ചു എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയുവാൻ സാധിക്കുക. ആരായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു? പൊക്കം കുറഞ്ഞൊരു മനുഷ്യനാ, കാലിന് വൈകല്യമുള്ള ഒരു മനുഷ്യനാ, അല്ലേ? പൊക്കം കുറഞ്ഞ മനുഷ്യൻ, കാലിന് വൈകല്യമുള്ള മനുഷ്യൻ. ഈ മനുഷ്യൻ അറാക്കിന്റെ കൊള്ളി പറിച്ചുകൊണ്ട് ചാടിപ്പിടിച്ച്, മരത്തിൽ ചാടിപ്പിടിച്ച് അറാക്കിന്റെ കൊള്ളിയും കൊണ്ട് ആ കാലിന് വൈകല്യമുള്ള മനുഷ്യൻ ഓടി വരുന്നത് കാണുമ്പോ സ്വഹാബത്ത് ചിരിക്കുന്നുണ്ടായിരുന്നു. ആ ചിരിക്കുന്ന സ്വഹാബത്തിനോട് ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞൊരു പ്രഖ്യാപനമുണ്ട്: ഇബ്നു മസ്ഊദിന്റെ ആ കാലിന്റെ വൈകല്യം കണ്ടിട്ടാണ് നിങ്ങൾ ചിരിക്കുന്നതെങ്കിൽ വേണ്ടടോ, വേണ്ട. ഇബ്നു മസ്ഊദിന്റെ വിശ്വാസം, നിങ്ങളുടെ വിശ്വാസം അത് രണ്ട് തട്ടിലാണുള്ളത്. ഇബ്നു മസ്ഊദിന്റെ വിശ്വാസത്തിനാണ് കനം തൂങ്ങുന്നത് എന്ന് പറഞ്ഞ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിന്റെ മണവാട്ടി എന്നറിയപ്പെടുന്ന സൂറത്തുർ റഹ്മാൻ അവതരിച്ചൊരു കാലഘട്ടത്തിൽ റസൂലുള്ളാഹി ഇത് സ്വഹാബത്തിന് ഓതിക്കേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ള സ്വഹാബത്തിന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സ്വഹാബത്തിനോടായി റസൂലുള്ള ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഇത് കഅബയുടെ ഓരത്ത് പോയി നിന്നിട്ട് പാരായണം ചെയ്യാൻ ആർക്കാണ് സാധിക്കുക? ആരോഗ്യമുള്ള ആളുകളുണ്ട് അവിടെ, ആ സദസ്സിൽ ആരോഗ്യമുള്ള ആളുകളുണ്ട്. ഒന്നിങ്ങട്ട് കിട്ടിയ രണ്ടങ്ങട്ട് കൊടുക്കാനുള്ള ആളുകൾ വരെ അവിടെയുണ്ട്. പക്ഷേ അവരെല്ലാം എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഈ കാലിന് വൈകല്യമുള്ള ഈ മനുഷ്യനെ എഴുന്നേറ്റിട്ട് റസൂലേ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ ആ വിശ്വാസം നമ്മൾ നോക്കുക. നാളെ ആരൊക്കെ ദഅവാ സ്ക്വാഡിന് വരുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനുണ്ട് എന്ന് ആദ്യം കൈവെക്കാൻ നമ്മിൽ എത്ര പേർക്ക് സാധിക്കും? നാളെ ഒരു പ്രോഗ്രാമിനുണ്ട്, ആ പ്രോഗ്രാമിന്റെ പകരം ആരൊക്കെ തയ്യാറാണെന്ന് ഇങ്ങനെ 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 പൊക്കുക. ഇതല്ല, കഅബയുടെ ഓരത്ത് പോയി നിന്നിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ആർക്കാ ധൈര്യമുള്ളത് എന്ന് ചോദിച്ചപ്പോ, ആരെ കൊണ്ടാണ് സാധിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റിട്ട് പറയുകയാണ്: റസൂലേ ഞാൻ തയ്യാർ. ആ സദസ്സിലുള്ള മുഴുവൻ ആളുകളും അമ്പരപ്പെട്ടു, അത്ഭുതപ്പെട്ടു പോയി. എന്താ കാരണം? ഇബ്നു മസ്ഊദിനെ അവർ തല്ലും. അവർ എത്രത്തോളം അവരുടെ ദേഷ്യം അടക്കാൻ സാധിക്കുമോ അടക്കി തീർക്കാൻ ഇബ്നു മസ്ഊദിന്റെ മേൽ ആ ദേഷ്യമൊക്കെ തീർക്കും എന്ന കാര്യം കൂടെയുള്ള ആളുകൾക്കറിയാം. ആ സമയത്ത് ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു: വേണ്ട, നീ പോകണ്ട, ഞങ്ങൾ ആരെങ്കിലും പോയിക്കൊള്ളാം. ഹേയ്, പറ്റില്ല, എനിക്ക് തന്നെ പോകണം. നമുക്കുണ്ട് ഈ വാശി. അള്ളാഹിന്റെ ദീൻ പ്രബോധനം ചെയ്യാൻ, ഇതുപോലുള്ള അള്ളാഹുവിന്റെ ഖുർആൻ ഓതിക്കൊടുക്കാൻ, അതുപോലുള്ള സദസ്സുകളിൽ പങ്കെടുക്കാൻ നമുക്ക് ഈ മത്സര ബുദ്ധി ഉണ്ടോ?
അപ്പോഴല്ലേ അവരുടെ വിശ്വാസം, അവരുടെ ഈമാൻ നമ്മുടെ ഈമാനുമായി, അവരുടെ ഈമാനിനെ പിൻപറ്റിയവരാണ്, അള്ളാഹുവിനെ അനുസരിച്ചവരാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോയി, ആ സ്വഹാബി പോയി കഅബയുടെ ഓരത്ത് പോയി നിന്നിട്ട് സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്തു. വിരലിലെണ്ണാവുന്ന ആയത്തുകൾ മാത്രം ഓതിയപ്പോൾ പുറം ഭാഗത്തേക്ക് ഒരു പലകയുടെ കഷ്ണം കൊണ്ടുവന്ന് ഖുറൈശികളുടെ നേതാവ് അടിക്കുകയാണ്. അടികൊണ്ടപാട് നിലം പതിച്ചു. നിലത്ത് കിടക്കുന്ന ആ മനുഷ്യനെ, സ്വഹാബിയെ അവർ പൊതിരെ തല്ലാൻ തുടങ്ങി. പൊതിരെ തല്ലി ഒന്നെഴുന്നേൽക്കാൻ പോലും ആകുന്നില്ല. ഒന്നെഴുന്നേൽക്കാൻ പോലും ആകാത്ത ആ കിടപ്പിൽ കിടന്നുകൊണ്ട് തല്ലുവാങ്ങുകയാ. അവരുടെ ദേഷ്യം തീർന്നപ്പോൾ അവരെല്ലാം തിരിച്ചുപോയി. എന്നിട്ട് സ്വഹാബത്ത് എല്ലാവരും ചുമന്നു കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കിടത്തുമ്പോ എല്ലാവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ താഴെയായി ഒഴുകുന്നുണ്ട്. എന്താ കാരണം? ഈ സ്വഹാബിയുടെ വേദന കണ്ടിട്ട്, ഈ സ്വഹാബിയുടെ ഇപ്പോഴുള്ള അവസ്ഥ കണ്ടിട്ടാ കരയുന്നത്. ആ സമയത്ത് അവർ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് കാണാൻ സാധിക്കാത്തത് കൊണ്ടാ മോനെ, ഇത് ഞങ്ങൾക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടാ നിന്നോട് ഞങ്ങൾ പോകണ്ട എന്ന് പറഞ്ഞത്. നീ പോയത് കൊണ്ട് നിനക്ക് അനുഭവിക്കേണ്ടി വന്നല്ലോ. ഒന്ന് എഴുന്നേറ്റ് പോകാൻ പോലും ആകാതെ നിന്നെ അവർ തല്ലിയല്ലോ. ഇത് നീ അനുഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ടാ ഞങ്ങൾ നിന്നോട് പറഞ്ഞത് പോകണ്ട എന്ന്. ഈ സമയത്ത് ആ സ്വഹാബി കൊടുക്കുന്നൊരു മറുപടിയാണ് സഹോദരങ്ങളെ, ഈമാൻ വർദ്ധിക്കാൻ, വിശ്വാസം വർദ്ധിക്കാൻ, പ്രബോധനത്തിലേക്ക് ഒരു ചാലക ശക്തിയായി കൊണ്ട് മുന്നേറാൻ നമുക്ക് പ്രചോദനമേകേണ്ടത് ആ കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു മറുപടിയുണ്ട്. ഇപ്പൊ നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമോ? എങ്കിൽ ഞാൻ എവിടെയാണോ ഓതി നിർത്തിയത് അവിടെ മുതൽ ഇനി ഞാൻ ഓതിക്കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ ഇബ്നു മസ്ഊദ് പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ നമ്മിൽ എത്ര പേർ പരിശ്രമിക്കുന്നുണ്ട് എന്ന് ഓരോരുത്തരുടെ ജീവിതം എടുത്തിട്ട് ഒന്ന് പരിശോധിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ എന്റെ വിശ്വാസം എവിടെയുണ്ട്, ഇബ്നു മസ്ഊദിന്റെ വിശ്വാസം എവിടെയുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുക. ഇവിടെയല്ലേ അവരവരുടെ വിശ്വാസത്തെ പോലെ എന്റെ വിശ്വാസവും ആകണമെന്ന ആ ഒരു ബോധം നമുക്ക് വേണ്ടത്. എന്താ പറഞ്ഞത്? എന്നിപ്പോ നിങ്ങൾ വിടുവോ? എങ്കിൽ ഞാൻ എവിടെയാണോ ഓതി നിർത്തിയത് അവിടെ മുതൽ ഇനി ഞാൻ ഓതിക്കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. ഒന്ന് ചിന്തിക്കുക സഹോദരങ്ങളെ, ഗൗരവത്തോടുകൂടി നമ്മളൊന്ന് ആലോചിക്കുക. ഇതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. ഈ 6 കാര്യങ്ങളെ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ആ 6 കാര്യങ്ങളിൽ എത്രത്തോളം നമുക്ക് വിശ്വാസം ഊട്ടി ഉറപ്പിക്കുവാൻ സാധിക്കുമോ ആ ഊട്ടി ഉറപ്പിക്കൽ അത് അത്യാവശ്യമാണ്. ഇന്നത്തെ സമൂഹത്തില് എല്ലാവരും ഈമാനുള്ളവരാണ്, വിശ്വാസികളാണ് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ആർക്കും തന്നെ പറയാൻ സാധിക്കും. ശിർക്ക് ഉറുമ്പരിച്ചു വരുന്നത് പോലെ വരും, യാതൊരു സംശയമില്ല, യാതൊരു സംശയമില്ല. അരിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ തൗഹീദിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു പ്രഖ്യാപനമുണ്ട്. എന്താണ് ആ പ്രഖ്യാപനം? ആകാശത്ത് നിന്ന് വീണവനെ പോലെ, ആകാശത്ത് നിന്ന് വീണവനെ പോലെ ആയിരിക്കുമെന്ന് പറഞ്ഞ ഒരു പ്രഖ്യാപനം. എന്തിൽ നിന്ന് അകന്നു പോയാൽ? തൗഹീദിൽ നിന്ന് അകന്നു പോയാൽ. ഈ തൗഹീദാകുന്ന പടുവൃക്ഷം അതിനെ നമ്മൾ ഊട്ടി ഉറപ്പിക്കണം നമ്മുടെ ഹൃദയത്തിൽ. വെറുതെ നാവ് കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവും നമുക്ക് കിട്ടില്ല. മറിച്ച് അതിനെ വേണ്ട ഗൗരവത്തോടുകൂടി അംഗീകരിക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ വിശ്വാസിയാണ്, അതുപോലെ തന്നെ ഒരു മുവഹിദാണ്, മുഅ്മിനാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചു, അവനിൽ വിശ്വസിച്ചു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുക. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക. ഇപ്പൊ വിശ്വാസം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ തൗഹീദ് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് തൗഹീദാണല്ലോ. ആ തൗഹീദിന്റെ നേരെ വിപരീതം ആ ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയാൽ നമ്മുടെ നമസ്കാരം പോയി, നമ്മുടെ നോമ്പും പോയി, നമ്മുടെ സക്കാത്തും പോയി, നമ്മുടെ എല്ലാ കർമ്മങ്ങളും പോയി. ശിർക്ക് സംഭവിച്ചാൽ നമ്മുടെ ഈമാൻ തകർന്നു പോകും. അതുകൊണ്ട് എല്ലാ പ്രതിസന്ധികളിലും,
എല്ലാ ജീവിത സാഹചര്യങ്ങളിലും അല്ലാഹുവിനെ മാത്രം വിളിക്കുക. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നല്ലോ, നിങ്ങൾ രക്ഷിതാവ് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. എന്നെ ആരാധിക്കാതെ അഹങ്കാരം നടിക്കുന്നവരാരോ അവർ വലിയ നിന്ദ്യരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയാൽ ഈമാൻ തകർന്നു പോകും. അല്ലാഹുവല്ലാത്ത ഒരാൾക്കും നമ്മുടെ വിളി കേട്ട് ഉത്തരം ചെയ്യാൻ സാധ്യമല്ല, ഒരാൾക്കും തന്നെ സാധ്യമല്ല. പലരും പറയുന്നുണ്ടാകും, മരുഭൂമിയിൽ അകപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ പുഴയിൽ വീണുപോയാൽ അവിടെ ശബ്ദം കേൾക്കുന്ന, അവിടെ കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ആളുകളൊക്കെ എന്നെ സഹായിക്കും എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അത് ഏത് വിശ്വാസമാണ് എന്ന് ബുദ്ധി കൊടുത്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുമോ, അതല്ല അതിൽ തന്നെ നിൽക്കുമോ എന്ന് ഓരോരുത്തരുടെ ജീവിതം പഠിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയോ രണ്ടാമതായി നമ്മൾ വേണ്ടതെന്താ? അല്ലാഹുവിൽ അഭയം തേടണം. യാത്രയിൽ വരുന്ന പ്രയാസങ്ങളുണ്ട്, അല്ലാഹുവിൽ അഭയം തേടേണ്ടതിന് പകരം മറ്റുള്ളവരിൽ അഭയം തേടുന്നവരുണ്ട്. ഇങ്ങനെ അല്ലാഹുവിന്റെ വിധിയെ മറികടക്കാൻ ഒരാൾക്കും തന്നെ സാധ്യമല്ലല്ലോ. ഇന്ന് ളുഹർ നമസ്കരിച്ചപ്പോൾ ആ നമസ്കാര ശേഷം നമ്മൾ സലാം വീട്ടിയതിന് ശേഷം നമ്മൾ പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമുണ്ട്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അബ്ബേ, നീ നൽകാൻ ആരുമില്ല റബ്ബേ, നീ നൽകിയത് തടയാൻ ആരുമില്ല റബ്ബേ എന്ന പ്രഖ്യാപനം പ്രഖ്യാപിച്ച മനുഷ്യന് അവൻ ഏത് യാത്രയിലായാലും ഏതവസ്ഥയിലായാലും എന്റെ റബ്ബെന്നെ കാണുന്നുണ്ടല്ലോ, എന്റെ റബ്ബെന്നെ കേൾക്കുന്നുണ്ടല്ലോ. അഭയം തേടാൻ, രക്ഷ തേടാൻ എനിക്ക് റബ്ബ് മാത്രം മതി. അതുകൊണ്ട് അല്ലാഹുവിൽ ഭരമേൽപ്പിക്കാൻ അവൻ തയ്യാറാകും. മന്ത്രവാദങ്ങളിലേക്ക് പോകില്ല, അന്ധവിശ്വാസങ്ങളിലേക്ക് പോകില്ല, ജ്യോത്സ്യന്മാരിലേക്ക് പോകില്ല, അവരിൽ അഭയം തേടാൻ വേണ്ടി അവൻ പോകില്ല. എന്താ കാരണം? അവൻ റബ്ബിൽ വിശ്വസിച്ചിരിക്കുകയാണ്, അവന്റെ വിശ്വാസം റബ്ബിലാണ്, അവനെല്ലാം തവക്കുലാക്കിയത് റബ്ബിലാണ്. ഈ ഒരു വിശ്വാസം മനസ്സിൽ നമ്മൾ ഊട്ടി ഉറപ്പിക്കുക. ഇതാണ് ഈമാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശദീകരണങ്ങൾ ധാരാളം ആവശ്യമാണ്, ഞാൻ കൂടുതൽ വിശദീകരണങ്ങളിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. ഇനി നമ്മൾ ആ വിശ്വാസം നമ്മൾ ഊട്ടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചർച്ച ചെയ്യേണ്ടുന്ന മറ്റൊരു വിഷയം ഇഹ്സാനാണ്. എന്താണത്? ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിച്ചപ്പോൾ റസൂലുള്ള കൊടുത്തൊരു മറുപടിയുണ്ട്, അൻത അബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകും തറാഹു ഫഇന്നഹു യറാക്. എന്താ പറഞ്ഞത്? ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊക്കെ നിസ്കരിക്കുന്നുണ്ട്, നമ്മളൊക്കെ നോമ്പ് നോക്കുന്നുണ്ട്, നമ്മളൊക്കെ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ധാരാളം നന്മകളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്. ആ ആരാധനകളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. എങ്ങനെയായിരിക്കണം? നിന്നെ റബ്ബ് കാണുന്നുണ്ട്, പക്ഷേ നീ എന്ത് ചെയ്യുന്നില്ല? റബ്ബിനെ കാണുന്നില്ല. ഇതാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. ഈ ഒരു ബോധമാണ് നമ്മൾ ഊട്ടി ഉറപ്പിക്കേണ്ടത്. ലോകമാന്യതയോടുകൂടിയല്ല ജീവിക്കേണ്ടത്, ലോകമാന്യതയോടുകൂടി ജീവിക്കാൻ പാടില്ല. ഈമാനും ഇഖ്ലാസും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കണം. ഈമാനും ഇഹ്സാനും ഇഖ്ലാസും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കണം, ജീവിതത്തിൽ പുലർത്തണം. നമ്മൾ നിഷ്കളങ്കമായി റബ്ബിലേക്ക് അടുക്കണം, നിഷ്കളങ്കമായ റബ്ബിലേക്ക് അടുക്കണം. ഇഖ്ലാസ് എന്ന് പറയുമ്പോ മനസ്സാ വാച കർമ്മണ സത്യസന്ധമായും നിഷ്കളങ്കമായും അല്ലാഹുവിലേക്ക് സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ജീവിതത്തെ നന്നാക്കുക, അത് റബ്ബിന് മാത്രാക്കുക. ഞാൻ എൻ്റെ ജീവിതം, നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മളൊക്കെ ഇങ്ങനെ നെഞ്ചത്തെ കൈകെട്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ എന്ന് തുടങ്ങുന്നൊരു പ്രാർത്ഥനയിൽ അവിടെ നമ്മൾ പറഞ്ഞതെന്താ? അബ്ബേ, എന്റെ മുഖം ഞാൻ തിരിച്ചിരിക്കുകയാ,
ലോകത്തെ സൃഷ്ടിച്ച, ഈ ഭൂമിയെ സൃഷ്ടിച്ച, ആകാശങ്ങളെ സൃഷ്ടിച്ച നിന്നിലേക്ക് എന്റെ മുഖം ഞാൻ തിരിച്ചിരിക്കുകയാണ് റബ്ബേ എന്ന് പറഞ്ഞിട്ട് ആ റബ്ബിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അവിടെ റിയാ വരുന്നില്ല. ഞാൻ എന്റെ പ്രവർത്തനങ്ങൾ എന്റെ അയൽവാസി കാണണം, എന്റെ പള്ളിയിലുള്ള കമ്മിറ്റിക്കാർ കാണണം ഞാൻ പള്ളിയിൽ വരുന്നത്, അല്ലെങ്കിൽ നാട്ടുകാർ കാണണം ഞാൻ പള്ളിയിൽ വരുന്നത്. ഞാൻ നമസ്കരിക്കുന്നവനാണ്, ഞാൻ സുബഹ് നമസ്കരിക്കുന്നവനാണ്, സുബഹിന്റെ ജമാഅത്തിൽ പങ്കെടുക്കുന്നവനാണ് എന്നെല്ലാവരും കാണണം. പക്ഷേ അവിടെ ഇഖ്ലാസോട് കൂടിയല്ല അവൻ നമസ്കരിച്ചത്, ഈമാനോടുകൂടിയല്ല അവിടെ നമസ്കരിച്ചത്. ഇഹ്സാനും അവിടെ വന്നിട്ടില്ല, എല്ലാം തകർന്നു പോയി. പക്ഷേ ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇഖ്ലാസോടുകൂടി, ഈമാനോടുകൂടി റബ്ബ് പഠിപ്പിച്ച, അവന്റെ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ നമസ്കാരം എങ്ങനെയായിരിക്കണം, നോമ്പ് എങ്ങനെയായിരിക്കണം, സക്കാത്ത് എങ്ങനെയായിരിക്കണം, ഹജ്ജ് എങ്ങനെയായിരിക്കണം, പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം, കുടുംബജീവിതം എങ്ങനെയായിരിക്കണം, അടുക്കള മുതൽ അന്താരാഷ്ട്ര തലം വരെയുള്ള ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അത് ലോകത്തിന്റെ രക്ഷിതാവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തു. അങ്ങനെ അറിയിച്ചു കൊടുത്തത് പ്രകാരം ആ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ പ്രവാചകൻ പഠിപ്പിച്ചത് അതേപടി സ്വീകരിക്കലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത. അതുകൊണ്ട് സുബഹ് 2 റക്അത്തല്ലേ, ഒന്ന് മൂന്നാമതൊന്നുകൂടി നമസ്കരിച്ച് ഒന്നുകൂടി കൂലി കൂടുതൽ വാങ്ങാൻ പാടില്ല. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ ഏതു രൂപത്തിൽ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അതേ രൂപത്തിൽ നിങ്ങൾ നമസ്കരിക്കണം കേട്ടോ. ഞാൻ ഏതു രൂപത്തിൽ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അതേ രൂപത്തിൽ നിങ്ങൾ നമസ്കരിക്കണം. ഹജ്ജിന്റെ സമയത്ത് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തില്ലേ, ഖുദൂ മിന്നീ മനാസികക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് നിങ്ങൾ കണ്ടുപഠിക്കണം, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ടുപഠിക്കണമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തപ്പോ അതങ്ങ് കൂട്ടിച്ചെയ്യാം, 4 റക്അത്താക്കാം, 3 റക്അത്താക്കാം, പുണ്യമല്ലേ? ഇല്ലടോ, അവിടെ ഇഖ്ലാസ് ഉണ്ടാകില്ല, അവിടെ നിഷ്കളങ്കമാണ് എന്ന് പറയാൻ സാധ്യല്ല. എന്തേ കാരണം? ഞാനുണ്ടെങ്കിൽ എല്ലാം നടക്കൂ. പലരുടെയും തെറ്റിദ്ധാരണയാണത്. ഞാനുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാമൊക്കെ സംഘടിപ്പിക്കണമെങ്കിൽ ഞാൻ വേണം, ഞാനില്ലെങ്കിൽ ഒന്നും നടക്കൂല എന്ന് നമ്മളിൽ ആരെങ്കിലും ഒരാളുടെ ജീവിതത്തിൽ വന്നാൽ ഇഖ്ലാസ് ഇല്ല. മറിച്ച് ഞാൻ എന്റെ റബ്ബിന്റെ തൃപ്തിയാണ് എനിക്ക് വലുത്, എന്റെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ ഇതിനു വേണ്ടി നെട്ടോട്ടമോടുന്നത്, രാവും പകലുമില്ലാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്, സമ്പത്ത് വിനിയോഗിക്കുന്നത്, സമയം വിനിയോഗിക്കുന്നത്, ശരീരം വിനിയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാ? എന്റെ റബ്ബനെ കാണണം, എന്റെ റബ്ബനെ അറിയണം, എന്റെ റബ്ബനെ മനസ്സിലാക്കണം എന്ന ആ ഒരു ബോധത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുമ്പോഴാണ് അവിടെ ഇഖ്ലാസ് വന്നു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുക. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലേ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നില്ലേ? അല്ലാഹ് കൽപ്പിച്ചത് എങ്ങനെയാ? ഇഖ്ലാസോടുകൂടി അവൻ ആരാധിക്കാൻ വേണ്ടിയാണ്, നിഷ്കളങ്കതയോടുകൂടി അവൻ ആരാധിക്കാൻ വേണ്ടിയാണ്, പ്രവർത്തിക്കാൻ വേണ്ടിയാണ് അല്ലാഹ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇനിയോ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നില്ലേ? വിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. നിങ്ങൾക്ക് മരണത്തെ സംവിധാനിച്ചവൻ, നിങ്ങൾക്ക് ജീവിതത്തെ സംവിധാനിച്ചവൻ എന്തിനു വേണ്ടിയാ രണ്ടിനെയും സൃഷ്ടിച്ചത്? രണ്ടും നിങ്ങളിലേക്ക് കൊണ്ടുവന്നത് എന്തിനാ? നിങ്ങൾക്ക് തന്നതെന്തിനാ? അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളിൽ ആരുണ്ടോ നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നവൻ എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് മരണത്തെ സൃഷ്ടിച്ചതും ജീവിതത്തെ സൃഷ്ടിച്ചതും അവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തരുമ്പോ ഈ വിശുദ്ധ ഖുർആനിനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. ഈ വിശുദ്ധ ഖുർആൻ പറഞ്ഞതിനെയാണ് ജീവിതത്തിൽ പകർത്തേണ്ടത്. അപ്പോൾ മാത്രമാണ് ഞാൻ ഈമാൻ പഠിച്ചവനാണ്, ഞാൻ ഇഹ്സാൻ പഠിച്ചവനാണ്, ഞാൻ ഇഖ്ലാസ് ഉള്ളവനാണ് എന്ന് നമുക്ക് അവകാശപ്പെടുവാൻ സാധിക്കുക. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, ഈ ജീവിത ചുറ്റുപാടുകളിൽ ധാരാളം ആളുകൾ ജീവിക്കുന്നുണ്ടല്ലോ, അവരുടെ വിശ്വാസവും നമ്മുടെ വിശ്വാസവും ഒരുപോലെയാണ് എന്ന് നമുക്ക് പറഞ്ഞറിയിക്കുക സാധ്യമല്ല. കാരണം എന്താ? നിസ്സാരമായി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സത്യം ചെയ്യുന്ന വിഷയത്തിൽ പോലും അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നവരുണ്ട്.
അപ്പോൾ അവിടെ എന്താകും? വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. നമസ്കരിക്കുന്ന റബ്ബിന് വേണ്ടിയെന്ന് അവൻ വിശ്വാസമുണ്ട്, നോമ്പ് നോൽക്കുന്ന റബ്ബ് പറഞ്ഞിട്ടാണെന്ന് വിശ്വാസമുണ്ട്, ഹജ്ജ് ചെയ്യുന്നത് റബ്ബ് പറഞ്ഞിട്ടാണെന്ന് വിശ്വാസമുണ്ട്. പക്ഷേ ഇവൻ വിശ്വാസത്തിൽ വെള്ളം കലർത്തി അവിടെ ശിർക്ക് വന്നു പോകുന്ന പ്രവർത്തനം ചെയ്തു. അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്തു. തന്നെ ഇറാനി ലോകത്ത് വരാൻ കാരണക്കാരനായ തന്റെ മാതാപിതാക്കളുണ്ടല്ലോ, ആ മാതാപിതാക്കളെ കൊണ്ട് സത്യം ചെയ്യുന്ന ആളുകളുണ്ട്. എന്റെ ഉമ്മയാണ് സത്യം, എന്റെ ഉപ്പയാണ് സത്യം, എന്റെ മക്കളാണ് സത്യം, അല്ലെങ്കിൽ പള്ളിയാണ് സത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്ന ആളുകൾ ഉണ്ട് ഈ ലോകത്ത്. ഏറ്റവും വലിയ അല്ലെങ്കിൽ ലോകത്ത് ആദ്യമായി അല്ലാഹുവിനെ ആരാധിക്കാൻ പണി കഴിപ്പിച്ച ഗേഹമാണല്ലോ, മന്ദിരമാണല്ലോ, പള്ളിയാണല്ലോ കഅബ. ആ കഅബയെ കൊണ്ടുപോലും സത്യം ചെയ്യരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളാണ് നമ്മളെങ്കിൽ, അങ്ങനെ റബ്ബിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്യേണ്ടുന്ന അവസ്ഥ നിന്നിലേക്ക് സംജാതമായാൽ റബ്ബിനെ കൊണ്ട് മാത്രമായിരിക്കണം നീ സത്യം ചെയ്യേണ്ടത് എന്ന് ലോകത്തിന്റെ സൃഷ്ടാവും അതുപോലെ തന്നെ പ്രവാചകനും നമ്മെ പഠിപ്പിച്ചുവെങ്കിൽ, അതുകൊണ്ട് മാതാപിതാക്കളെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല. ആ മാതാപിതാക്കളെ നൽകിയത് റബ്ബാണ്, മാതാപിതാക്കളെ നൽകിയ റബ്ബാണ്. അതുപോലെ തന്നെ മക്കളെ കൊണ്ട് സത്യം ചെയ്യും. തന്റെ ശ്രോതാവ്, തന്റെ മുന്നിൽ നിൽക്കുന്ന ആള് വിശ്വസിപ്പിക്കാൻ വേണ്ടി എന്റെ പിഞ്ചോമന മക്കളെ തന്നെയാണ് സത്യമെന്ന് പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. വേണ്ടടോ വേണ്ട, സത്യം ചെയ്യേണ്ടത് അള്ളാഹുവിനെ കൊണ്ട് മാത്രമായിരിക്കണം. ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ ഇതെല്ലാം വൃഥാവിലായി പോയി. ഈമാൻ കാത്തു സൂക്ഷിക്കാൻ സാധ്യല്ല, നല്ലത് പ്രവർത്തിച്ചു എന്ന് പറയാൻ സാധ്യല്ല, എന്റെ പ്രവർത്തനത്തിൽ ഇഖ്ലാസ് ഉണ്ടായി എന്ന് പറയുവാൻ സാധ്യല്ല. ഇനിയോ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശകുനം നോക്കാൻ പാടില്ല, നഹ്സ് നോക്കാൻ പാടില്ല. നഹ്സിലും ശകുനത്തിലും വിശ്വസിക്കുന്ന ആളുകളുണ്ട് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അചീറത്തു ശിർക്കുൻ, പക്ഷിനോട്ടം ശിർക്കാണ്, പക്ഷിനോട്ടം ശിർക്കാണ്, പക്ഷിനോട്ടം ശിർക്കാണ്. നമ്മളിൽ ആരും ഇതിൽ നിന്ന് മുക്തരല്ല. എന്നാൽ അല്ലാഹു തൗഹീദിലൂടെ ഇതിനെ നീക്കം ചെയ്യും. നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളിലേക്ക് തൗഹീദ് സ്വീകരിച്ചവരാണെന്ന് പറയുന്നവരിലേക്ക് ശിർക്ക് കടന്നു വന്ന വഴികൾ നമ്മൾ കണ്ടവരാണ്, കേട്ടവരാണ്, അറിഞ്ഞവരാണ്, ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇന്ന് ഈ കേരള മണ്ണിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, വിശുദ്ധ ഖുർആനെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നു. ലോകത്തിൽ സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം, ലോകത്തിൽ സൃഷ്ടാവിനോട് സഹായം തേടുന്നതിന് പകരം അമ്പിയാക്കളോട് സഹായം തേടാമെന്ന് ആഹ്വാനം ചെയ്യുന്ന ആളുകൾ, മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന്, സഹായം തേടാമെന്ന് വാറോലകൾ ഉദ്ധരിച്ചുകൊണ്ട് തെളിവുകൾ കൊടുക്കുന്ന ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ശിർക്കരിച്ചിങ്ങനെ വരുമ്പോ എന്റെ വിശ്വാസം ഞാൻ ഊട്ടിയുറപ്പിക്കണം. എങ്ങനെ ഊട്ടിയുറപ്പിക്കണമെന്ന് റസൂലുള്ള പറഞ്ഞു തന്നല്ലോ. ഒരു ദുർഘടമായ വഴിയിലൂടെ, മുള്ളുകൾ നിറഞ്ഞൊരു വഴിയിലൂടെ നീ എപ്രകാരമാണോ സഞ്ചരിക്കുന്നത് സൂക്ഷിച്ചുകൊണ്ട് നീ സഞ്ചരിക്കില്ലേ? എന്റെ ദേഹത്ത് മുള്ളു പറ്റരുത്, എന്റെ ദേഹത്ത് അഴുക്കാകരുത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സഞ്ചരിക്കില്ലേ? അതുപോലെ ഈ ലോകത്ത് നീ എങ്ങനെ ജീവിക്കണം? ഒരു തിന്മയെയും നീ നിസ്സാരമായി കാണരുത്, ഒരു നന്മയെയും നിസ്സാരമായി കാണരുത്. നന്മയെ നന്മയായിട്ട് കാണാൻ, തിന്മയെ തിന്മയായിട്ട് കാണാൻ നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് ഈ മൂന്ന് ഗുണങ്ങൾ നമ്മിൽ ഉണ്ട് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുക. ഇനിയോ വിശ്വാസം പോകുന്ന മറ്റൊരു മേഖല ഏതാ? ഈ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ നന്മ പ്രവർത്തനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന മറ്റൊരു മേഖലയുണ്ട്. ജ്യോത്സ്യന്മാരെ സമീപിക്കുക, മന്ത്രവാദികളെ സമീപിക്കുക, അല്ലേ? മന്ത്രവാദത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്കൊക്കെയും നമ്മുടെ മനസ്സുകളിലേക്ക് പല രീതിയിലുള്ള അവസ്ഥകളും വരാറുണ്ട്. അടിച്ചിറക്കൽ ചികിത്സ നടത്തുന്ന ആളുകൾ, അല്ലെ? ഇതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്കറിയാം അതൊക്കെ. ഇങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് എന്ന്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? മൻ അതാ കാഹിനൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഒരു ജ്യോത്സ്യനെ സമീപിച്ചു, അയാൾ പറയുന്നത് വിശ്വസിച്ചാൽ അവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചതിനെ നിഷേധിച്ചതിന് തുല്യമാണ്.
അല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കുക. ഒരു ജ്യോത്സ്യനെ സമീപിച്ചിട്ട് ഇന്നത് കാണുന്നില്ല, എനിക്കറിയില്ല, നമ്മുടെ ഏതെങ്കിലും ഒരു വസ്തു കളവ് പോയെങ്കിൽ ആ വസ്തു കളഞ്ഞു പോയ സ്ഥലം കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്യും? ജ്യോത്സ്യന്മാരെ സമീപിക്കുന്ന ആളുകളുണ്ട്, അല്ലേ? അതുപോലെ തന്നെ പള്ളിയിലെ ഉസ്താദുമാരെ സമീപിക്കുന്ന ആളുകളുണ്ട്. അവർ പറയും ഇന്ന സ്ഥലത്തിനുണ്ട്. ഒരു മനുഷ്യനിങ്ങനെ മുമ്പുണ്ടായ ഒരു സംഭവമാണ്. ഇങ്ങനെ അയാൾ വാച്ച് കളവ് പോയി. അപ്പോൾ ഉസ്താദിൻ്റെ അടുത്ത് പോയെന്ന ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമെന്ന് ആരോ പറഞ്ഞു. അദ്ദേഹം എന്ത് ചെയ്ത് പള്ളിയിലേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോഴാണ് കാണുന്നത് ബോർഡ്, ഉസ്താദിൻ്റെ വാച്ച് കളവ് പോയിട്ടുണ്ടെന്ന്. അവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുക. അപ്പോൾ ഈ മനുഷ്യന് ബുദ്ധി ഉദിച്ചു, ഈ ഉസ്താദിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് നമുക്കും വേണ്ടത്. ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം. നമ്മുടെ ജീവിതത്തെ ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും തള്ളിവിടാൻ, അതിലേക്ക് ക്ഷണിക്കാൻ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആളുകൾ വരും. നമുക്ക് ഇഷ്ടപ്പെട്ടവർ വരും, നമുക്ക് ഇഷ്ടപ്പെട്ട പ്രഭാഷകർ വരും. നല്ല നീട്ടിപ്പടത്തി പറയാൻ കഴിവുള്ള ധാരാളം വാക്ചാതുരിയോടുകൂടി സംസാരിക്കുന്ന ആളുകൾ നമ്മുടെ അടുക്കലേക്ക് വരും. പക്ഷേ എൻ്റെ മുന്നിൽ വിശുദ്ധ ഖുർആനുണ്ട്, എൻ്റെ മുന്നിൽ തിരുസുന്നത്തുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ പ്രവാചകൻ അത് ഏൽപ്പിച്ചിട്ടാണ് പോയത്. തറക്തു ഫീക്കും അംറൈൻ ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലി. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് വിട്ടേച്ചുകൊണ്ടാ പോകുന്നത്. അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴച്ചു പോകില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ ആ ഖുർആനിനെയും തിരുസുന്നത്തിനെയും മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയുണ്ട്. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. നമ്മളിങ്ങനെ ആമീൻ പറയാറുണ്ട്. ഇമാം മിമ്പറിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടാണോ നമ്മൾ ആമീൻ പറഞ്ഞത്? ഞങ്ങളുടെ നാഥ എന്ന് വിളിച്ചിട്ട്, ഞങ്ങളുടെ രക്ഷിതാവേ എന്ന് വിളിച്ചിട്ട്, ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയതിന് ശേഷം ഞങ്ങളുടെ മനസ്സ് നീ തെറ്റിച്ച് കളയില്ല റബ്ബേ. നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. തീർച്ചയായും നീ അത്യധികം ഔദാര്യവാനാകുന്നു. ഇത് നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. എന്താ പ്രാർത്ഥന? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചെന്ന പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ രക്ഷിതാവേ എന്ന് വിളിച്ചിട്ട്, ഞങ്ങളുടെ നാഥ എന്ന് വിളിച്ചിട്ട്, റബ്ബേ സന്മാർഗത്തിലാക്കിയതിന് ശേഷം ഞങ്ങളുടെ മനസ്സുകളെ നീ തെറ്റിച്ച് കളയല്ലേ. എന്നിട്ട് റസൂലുള്ളാഹി നമുക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥന കൂടിയുണ്ട്. എന്താ? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണം. നമുക്കിങ്ങനെ ക്ലാസ് കേൾക്കുമ്പോൾ, മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, സ്വർഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോൾ, റബ്ബേ എന്നെ സ്വർഗത്ത് പോകണം, എനിക്ക് നരകത്ത് പോകണ്ട, ഖബറിൽ രക്ഷപ്പെടണം, പുറത്തേക്ക് ഇറങ്ങിയാലോ തിന്മ കാണുമ്പോൾ അതിലിങ്ങനെ കൂടികളാകും. അതുകൊണ്ട് എന്ത് ചെയ്യുക? എപ്പോഴും പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കുന്നത്? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റസൂലുള്ളാഹി പഠിപ്പിച്ച പ്രാർത്ഥനയും അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്ന ആ പ്രാർത്ഥനയും നമ്മളൊക്കെയും പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ പഠിപ്പിച്ച അവൻ്റെ പ്രവാചകനിലൂടെ നമുക്ക് അറിയിച്ചു തന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഞാൻ പകർത്തി എന്ന് നമുക്ക് അവകാശപ്പെടുവാൻ സാധിക്കുക. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം. ഈ വിഷയങ്ങളെ പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. എങ്കിൽ നമുക്ക് വിജയിക്കുവാൻ സാധിക്കും. നമ്മുടെ ബാധ്യതയാണ് തൗഹീദും സുന്നത്തും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ എതിർത്ത് തോൽപ്പിച്ച് തൗഹീദും സുന്നത്തും പുനഃസ്ഥാപിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്.
ആ ബാധ്യത ഏറ്റെടുത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരുമിച്ചത്, ഇങ്ങനെ ഒത്തൊരുമിച്ചത്. ഇതുപോലെ കൂടുതൽ കൂടുതൽ സംരംഭങ്ങളൊക്കെ നമ്മുടെ നാടുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നമ്മിലേക്ക് എല്ലാ വർഷവും നമ്മിലേക്ക് വരുന്ന ഒരു അതിഥിയുണ്ട്, പരിശുദ്ധമായ റമളാൻ. വിശ്വാസികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പുണ്യ റമളാൻ നമ്മിലേക്ക് സമാഗതമാകാനിരിക്കുകയാണ്. വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ കൂടെയുള്ളത്. നന്മ ആഗ്രഹിക്കുന്നവർക്ക് വമ്പിച്ച അവസരങ്ങൾ നൽകാൻ, അത് നന്നാക്കാൻ കൊതിക്കുന്നവർക്ക് വലിയ അവസരങ്ങളുമാണ് ഓരോ റമളാനും നമുക്ക് ഒരുക്കിത്തരുന്നത്. ആ റമളാനിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, നമ്മളൊക്കെയും എല്ലാ വർഷവും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വചനമാണ്, ഇദാ ജാഅ റമളാൻ ഫുതിഹത് അബ്വാബുൽ ജന്ന വഗുല്ലിഖത് അബ്വാബുൻ നാർ വസുഫിദതിശ് ശയാത്തീൻ. നമ്മളൊക്കെയും കേട്ട് പരിചയമുള്ള, അർത്ഥം പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും, നരക കവാടങ്ങൾ അടക്കപ്പെടും, ഇനിയോ പിശാചിനെ ചങ്ങലക്കിടും. ഇതൊക്കെ എല്ലാ വർഷവും ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പക്ഷേ തിന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ആ മാസത്തിൽ കുറവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തിന്മ ചെയ്യാൻ ശ്രദ്ധിക്കൂല, അല്ലേ? നോമ്പില്ലാത്തവൻ പോലും, നോമ്പ് പിടിക്കാൻ സാധിക്കാത്തവർ പോലും പരസ്യമായിക്കൊണ്ട് എന്ത് ചെയ്യില്ല, ഭക്ഷണം വെള്ളം കുടിക്കൂല. എന്താ കാരണം? ആ മാസത്തെ ആദരിക്കുകയാണ്. നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ വളരെ കൂടുതലുമാണ്. തിന്മ കുറക്കാനും നന്മ വളർത്താനും അള്ളാഹു നമ്മളോട് വിളിച്ചോതിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ റമളാൻ മാസത്തിലെ ഓരോ രാത്രിയും ആകാശലോകത്ത് നിന്ന് ഇപ്രകാരം വിളിച്ചു പറയും, യാ ബാഗിൽ ഖൈർ ഹലുമ്മ വയാ ബാഗി ശർ അഖ്ശിർ. അല്ലയോ നന്മ ആഗ്രഹിക്കുന്നവരെ, നിങ്ങൾ മുന്നോട്ട് വരിക. അല്ലയോ തിന്മ കൊതിക്കുന്നവരെ, നിങ്ങൾ ചുരുക്കുക, തിന്മയിൽ നിന്ന് മാറി നിൽക്കുക, നന്മയിലേക്ക് നിങ്ങൾ മുന്നേറുക. ഇത്രയും അനുഗ്രഹീതമായ ഒരു മാസത്തിലേക്ക് നമ്മൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഉമ്മമാര്, ഉപ്പമാര്, സഹോദരങ്ങള്, സഹോദരിമാര് ഒന്ന് ചിന്തിക്കുക. നമ്മുടെ മുന്നിലൂടെ എത്ര റമളാനുകൾ കടന്നു പോയിട്ടുണ്ട്, എത്ര റമളാനുകൾ നമ്മളുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്. റമളാൻ ഒരു വിളിപ്പാടകലയായി ഈ റമളാൻ മുൻകഴിഞ്ഞ റമളാനുകൾ പോലെ ആകരുത് എന്ന് വിചാരിച്ചുകൊണ്ട് ഈ റമളാനിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ തയ്യാറായോ? നമ്മുടെ വീട് വൃത്തിയാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. റമളാൻ വരുന്നതിന് മുമ്പ്, എൻ്റെ വാക്കുകൾ അടിവരയിട്ട് പഠിക്കുക, റമളാൻ വരുന്നതിന് മുമ്പ്, റമളാൻ ആകുന്നതിന് മുമ്പ് വീട് വൃത്തിയാക്കി, വീട്ടിലെ ചട്ടിയും കലവും പാത്രങ്ങളും എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടാവും, അല്ലേ? ഈ നാട്ടിലെങ്ങനെയാ, മലപ്പുറം ജില്ലയിലൊക്കെ പറയും നനച്ചുകുളി എന്നൊക്കെ പറയും. റമളാൻ ആകുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ ചെയ്യും. അത് വീട്ടിലെ സ്ത്രീകൾ ചെയ്യണ്ടെന്നല്ല നമ്മൾ പറഞ്ഞത്, അതൊക്കെ വേണം, വൃത്തി ഈ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ അതെന്താ നമ്മൾ ചെയ്യുന്നത്? റമളാനിന് മുമ്പാണത് ചെയ്യുന്നത്. പക്ഷേ നമ്മളാ ചെയ്യുന്നത്. പക്ഷേ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ മനസ്സ് വൃത്തിയാക്കാതെ ഈ റമളാനിലേക്ക് പ്രവേശിച്ചത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ നമുക്ക് പ്രയോജനമുണ്ടോ എന്ന് നമ്മളൊക്കെ ഒന്ന് പരിശോധിക്കുക. നമ്മൾ ചിന്തിക്കുക, നമ്മൾ ആലോചിക്കുക. റമളാൻ ആകുന്നതിന് മുമ്പ് ഇതെല്ലാം നമ്മൾ ചെയ്ത് പള്ളി വൃത്തിയാക്കി, അതിനുവേണ്ടിയുള്ള സമയം കണ്ടെത്തി, വീട് വൃത്തിയാക്കി, വീട്ടിലുള്ള ഉപകരണങ്ങൾ കഴുകി വൃത്തിയാക്കി, റമളാനാണ് വരുന്നത് എന്ന ആ രൂപത്തിൽ എല്ലാം തയ്യാറായി, എല്ലാം തയ്യാറാക്കി. ഇനിയോ നമ്മൾ പാപക്കറകൾ കഴുകിക്കളഞ്ഞിട്ടാണോ നമ്മൾ ആ റമളാനിലേക്ക് പ്രവേശിക്കുന്നത്? റമളാൻ ആയിട്ട് നന്നാകാം എന്ന ചിന്തയാണ് പലർക്കും ഉണ്ടാവുക. റമളാൻ വരട്ടെ, എന്നിട്ട് സുബഹിന് പള്ളിയിൽ പോകാം. ഹേയ്, റമളാൻ വരട്ടെ, ഒന്നാകട്ടെ, റമളാൻ ഒന്നാകട്ടെ, അത്താഴം കഴിച്ചുറങ്ങാതെ പള്ളിയിൽ പോയിരിക്കാം എന്ന് വിചാരിക്കുന്നവരാ. പക്ഷെ അല്ല, റമളാനിന് മുമ്പ് തന്നെ ശരിയാകണം. അത് മരണം വരെ കൊണ്ടുപോകണം. കഴിഞ്ഞ വർഷം ചിന്തിച്ചിരുന്നു ഇതുപോലെ, കഴിഞ്ഞ വർഷം ഇതുപോലെ കേട്ടിരുന്നു, അല്ലേ? ഇതുപോലെയൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ നന്നായിട്ട് റമളാനിൽ പ്രവേശിക്കാം എന്ന രൂപത്തിൽ നമ്മുടെ ചിന്തയെ നാം മാറ്റേണ്ടതുണ്ട്. നന്നായിട്ട് റമളാനിലേക്ക് പ്രവേശിക്കാം, അതല്ലേ ഏറ്റവും നല്ലത്.
റമദാൻ ആയിട്ട് നന്നാകുന്നതിനേക്കാൾ നന്നായിട്ട് റമദാനിലേക്കൊന്ന് പ്രവേശിക്കുക. നമ്മൾ പള്ളി വൃത്തിയാക്കിയതെപ്പോഴാ? വീട് വൃത്തിയാക്കിയപ്പോൾ റമദാനിന് മുമ്പാ. എന്തിനു വേണ്ടി? ഒരു അതിഥി വരുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ മനസ്സിനെയും കഴുകി വൃത്തിയാക്കുക. അതിന് പാപങ്ങളിൽ നിന്ന് പാപമോചനം തേടണം. റബ്ബിനോട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കൊണ്ട് പ്രാർത്ഥിക്കണം. ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾ, മനുഷ്യനാണ്, തെറ്റുകൾ സംഭവിക്കാം, കുറ്റങ്ങൾ ഉണ്ടാകാം, കുറവുകൾ ഉണ്ടാകാം. അതെല്ലാം റബ്ബിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട്, റബ്ബെല്ലാം കാണുന്നവനാണ്, റബ്ബെല്ലാം അറിയുന്നവനാണ്, ആ പാപമോചനം തേടാൻ നമ്മൾ തയ്യാറാകണം. റമദാനാകട്ടെ എന്ന് അവസാനത്തിലേക്ക് അങ്ങ് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. റമദാന്റെ അവസാനം തൗബ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതല്ല വേണ്ടത്. അവിടെ റബ്ബ് തൗബയുടെ മാസമാണ്, അതൊക്കെ ശരി തന്നെയാണ്. ക്ഷമയുടെ മാസമാണ്, അതൊക്കെ ശരി തന്നെയാണ്. വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നമ്മൾ തൊട്ടടുത്ത നിമിഷം മരിച്ചു പോകുമോ എന്ന ആ ഒരു ബോധം നമുക്കുണ്ടാകണം. തൊട്ടു പിന്നിൽ മരണമുണ്ട്, തൊട്ടു മുന്നിൽ ഖബറുണ്ട്. തൊട്ടു പിന്നിൽ നിന്ന് തള്ളിക്കഴിഞ്ഞാൽ മുന്നോട്ട് നമ്മൾ വീഴില്ലേ? ഇതുപോലെ തൊട്ടു പിന്നിലുള്ള മരണം നമ്മളെ പിടികൂടി തൊട്ടു മുന്നിലുള്ള ഖബറിലേക്ക് നമ്മൾ എത്തിക്കുമെന്ന ബോധമാണ് നമ്മൾ ഓരോ നിമിഷവും ശ്രദ്ധിക്കേണ്ടത്. ഇനിയോ നമ്മൾ നോമ്പ് നോൽക്കും, അത്താഴം കഴിക്കും. ഞാൻ വളരെ ചുരുക്കി പറയാം, ഒന്ന് ഓടിച്ചു പോവുക. അത്താഴം കഴിക്കും, അതിൻ്റെ ബർക്കത്തും അതുപോലെ തന്നെ നോമ്പ് നോൽക്കുമ്പോൾ അസൗമു ജുന്നത്തുൽ, നോമ്പൊരു പരിചയമാണ്. ഇങ്ങോട്ടാരെങ്കിലും മോശപ്പെട്ട വർത്തമാനം പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? അനസ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ്, വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്, ഞാൻ നോമ്പുകാരനാണ്. അല്ലാതെ ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞാൽ അങ്ങോട്ട് രണ്ട് പറയണതല്ല. മറിച്ച് ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ് ആ ജുന്നത്തായി, ആ പരിചയമായി കൊണ്ട് നിലനിർത്താൻ നമുക്ക് സാധിക്കണം. ഇനിയോ ഇവിടെ വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മൾ നോമ്പ് തുറപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ രാത്രി നിന്ന് നമസ്കരിക്കുന്നുണ്ട്. നമ്മൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ രാത്രി നമസ്കാരം നമ്മൾ എന്ത് ചെയ്യുക? മരിക്കുന്നത് വരെ പതിവാക്കാൻ പരിശ്രമിക്കുക. അവിടെയാണ് വിജയമുള്ളത്. അല്ല റമദാനിൽ മാത്രം നമസ്കരിക്കാൻ പള്ളിയിലുണ്ടാകും, അതല്ല വീട്ടിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? അത് പതിവാക്കുക, എല്ലാ രാത്രിയിലും അത് ചെയ്യുക. പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ റബ്ബ് സ്വീകരിക്കണമോ? നമ്മുടെ പ്രവർത്തനങ്ങൾ റബ്ബ് സ്വീകരിക്കണമോ? അതിനെന്ത് വേണം? നമ്മൾ മുറിഞ്ഞു പോയ ബന്ധങ്ങൾ അത് കൂട്ടിച്ചേർക്കണം. ആരോടെങ്കിലും പിണങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ കുടുംബക്കാരുമായിട്ട്, സഹോദരങ്ങളായിട്ട്, സഹോദരിമാരായിട്ട്, അതുപോലെ തന്നെ രക്തബന്ധമുള്ള ആളുകളായിട്ട്, കുടുംബക്കാരുമായിട്ട് പിണങ്ങിക്കഴിയുന്നവരാണോ നമ്മൾ എങ്കിൽ ആ പിണക്കങ്ങൾ മാറ്റിയിട്ട് റമദാനിലേക്ക് പ്രവേശിക്കുക. പിണക്കങ്ങൾ മാറ്റിയിട്ട് റമദാനിൽ പ്രവേശിക്കുക. അല്ലെ, പലരും പറയാറുണ്ട്, ഇനി ജീവനുള്ള കാലത്തോളം ഞാൻ നിന്റെ പടിക്കൽ കയറൂല. നീ ആ തീരുമാനിക്കുന്നത് കയറോ വേണോ വേണ്ടേ എന്ന്? അത് റബ്ബല്ലേ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയും പേരിൽ ബന്ധങ്ങൾ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ബന്ധങ്ങളൊക്കെ വിളക്കി ചേർത്തിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഓരോരുത്തരും ആ പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ തയ്യാറാകുക. ആ ബന്ധം അള്ളാഹു നമ്മിലേക്ക് അടുക്കണമെങ്കിൽ ആ കുടുംബ ബന്ധത്തെ നന്നാക്കി തീർക്കാൻ, ആ കുടുംബ ബന്ധം ചേർക്കാൻ നമ്മൾ തയ്യാറാകണം. സ്വർഗപ്രവേശനത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു ബന്ധമാണ് കുടുംബ ബന്ധമെന്ന് നമ്മൾ ഓരോരുത്തരും പ്രത്യേകമായി നമ്മൾ അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയോ നന്മകൾക്ക് നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തണം. നന്മകൾ ചെയ്യാൻ, തിരക്കുകളിൽപ്പെട്ട റമദാൻ നന്മകൾ ചെയ്യാൻ കഴിയാത്തവരായി നമ്മൾ മാറരുത്. റമദാനിൽ തിരക്ക് കൂടുന്ന കച്ചവടക്കാരൻ റമദാനിലായിരിക്കും ആ കച്ചവടം നടക്കുക. എൻ്റെ സീസണാണല്ലോ റമദാനായി കഴിഞ്ഞാൽ. പക്ഷെ നന്മ ചെയ്യാനുള്ള സമയമൊക്കെ അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. നമുക്കെവിടെയാ? നന്മക്ക് വേണ്ടിയാണ്, കൂടുതൽ നന്മകൾ ചെയ്യാൻ വേണ്ടിയാണ് ആ മാസം നമ്മിലേക്ക് വന്നത്. സഹോദരിമാരും ഉമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ ഭക്ഷണങ്ങളിങ്ങനെ പാചകം ചെയ്തിരിക്കുമ്പോൾ നമ്മൾ വിശുദ്ധ ഖുർആൻ ഓതേണ്ട സമയം നഷ്ടപ്പെടുത്തി കളയരുത്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കേണ്ട സമയം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. അതുപോലെ തന്നെ തൗബ ചെയ്യേണ്ട, പാപമോചനം തേടേണ്ട സമയങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് തീർക്കാൻ നമ്മൾ തയ്യാറാകണം. വിശുദ്ധ ഖുർആനിലൂടെയുള്ള ഒരു സഞ്ചാരമായിരിക്കണം നമ്മൾ നടത്തേണ്ടത്.
എങ്കിൽ നമുക്ക് വിജയിക്കാം. ഇനിയോ അവസാന 10 എത്തുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. വിട്ടുവീഴ്ച ചെയ്യുന്നവരിൽ ഏറെ വിട്ടുവീഴ്ച ചെയ്യുന്ന റബ്ബേ, നിനക്ക് വിട്ടുവീഴ്ച ഇഷ്ടമാണല്ലോ റബ്ബേ, എന്നോട് നീ വിട്ടുവീഴ്ച കാണിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ആരാ പ്രാർത്ഥിക്കുന്നത്? സ്വന്തം സഹോദരനോട് മിണ്ടിയിട്ട് അവനൊന്ന് ഫോൺ ചെയ്തിട്ട് വർഷങ്ങളായ മനുഷ്യനാ റബ്ബിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. വേണ്ടടോ, ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല, റബ്ബ് പുറത്തു വരൂല. വേണ്ട, കുടുംബബന്ധം മുറിച്ചവന്റെ പ്രാർത്ഥന, അവന്റെ പ്രവർത്തനങ്ങൾ റബ്ബ് സ്വീകരിക്കൂല. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി പ്രാർത്ഥിക്കാൻ. വിട്ടുവീഴ്ച ചെയ്യുന്ന റബ്ബാണ്, നമുക്കും വിട്ടുവീഴ്ചയുണ്ടാകണം. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കാത്തവനോട് ആകാശത്തുള്ള റബ്ബ് കരുണ കാണിക്കില്ല. ഇനിയോ അവസാന 10 ഈ ലൈലത്തുൽ ഖദറിന്റെ ദിനരാത്രങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. 73 74 വർഷം ധാരാളം പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചിട്ട് കിട്ടുന്ന പ്രതിഫലം 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ആ ഒരു സമയം, ആ ഒരു രാത്രി കൊണ്ട് കിട്ടുമെന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് ഷോപ്പിംഗ് മാളുകളിലേക്ക് മാറ്റിവെക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് പെരുന്നാളാണ്, ഡ്രസ്സ് വേണം, അത് റമദാനിന് മുന്നേ തന്നെ കരുതി വെക്കണം. അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടാക്കുക. അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടാക്കുക. വീട്ടിൽ സ്ത്രീകൾ, ഉമ്മമാര് അതിന് മുൻകൈയെടുക്കുക. അവസാന 10 പള്ളിയിലിരിക്കണം, രാത്രി പള്ളിയിൽ കഴിച്ചു കൂട്ടണം, പകലിൽ പള്ളിയിൽ കഴിച്ചു കൂട്ടണം, ഖുർആൻ പാരായണത്തിൽ മുഴുകണം. എനിക്ക് ഷോപ്പിംഗ് മാളുകളിലേക്ക് പോകാൻ സമയമില്ല എന്ന് ഉപ്പമാരും ഉമ്മമാരും സഹോദരിമാരും മക്കളും ഒന്നടങ്കം തന്നെ തീരുമാനിക്കുക. ഓരോ വീട്ടിലും അവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവസാന 10 ഷോപ്പിങ്ങിന് വേണ്ടിയുള്ള ദിവസമാണെന്ന് ആളുകൾ വിചാരിച്ചിരിക്കുന്നത്. വേണ്ട, അത് റമദാനിന് മുമ്പിന് കുറച്ച് ദിവസം കൂടി ഉണ്ട്. ആ ദിവസത്തിൽ എന്ത് ചെയ്യുക? അവസാന 10 ആ റമദാൻ മുഴുവൻ നന്മകൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വിനിയോഗിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ദാനധർമ്മങ്ങൾ അത് നമ്മൾ നടത്തണം. സ്വതക്കകൾ, ഹദിയകൾ, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം, അതുപോലെ തന്നെ റസൂലുള്ള പഠിപ്പിച്ച മറ്റൊരു കാര്യം റമദാനിലെ ഉംറ. റസൂലുള്ളയോടൊപ്പം ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടുന്ന ആ ഉംറ നമ്മൾ കഴിയുമെങ്കിൽ അതുകൂടി ചെയ്യാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിലേക്ക് തൗഫീഖ് എത്തിച്ചു തരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ തേട്ടങ്ങളാണ്, നമ്മുടെ വിശ്വാസങ്ങളാണ് നമ്മൾ അതിലേക്കൊക്കെ നയിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഏതൊക്കെ തരത്തിൽ, ഏതൊക്കെ മേഖല ചർച്ച ചെയ്തു എന്ന് പറഞ്ഞ് എനിക്കും കേട്ട നിങ്ങൾക്കും അറിയാം. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ, കൂടുതൽ മനസ്സിലാക്കാൻ, കൂടുതൽ അറിയാൻ, ജീവിതത്തെ തനതായ രൂപത്തിൽ മുന്നോട്ട് നയിക്കാൻ സഹോദരങ്ങളെ നമ്മൾ തയ്യാറാകണം. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും. ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടവരാണ് നമ്മൾ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഖ്സിയ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഓരോ ആത്മാവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും, അതിന്റെ രുചി അറിയുക തന്നെ ചെയ്യും. ഈ ലോകത്ത് ജീവിച്ച് തീർത്തതിന്റെ എല്ലാം പ്രതിഫലം നാളെ പരലോകത്ത് ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുമ്പോ ആ പരലോകത്തേക്ക് വേണ്ടി ഒരുക്കാനുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടത്. ആ പരലോകത്തേക്ക് നമ്മൾ എത്തിപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ലോകത്തേക്ക് ആരോടും ചോദിക്കാതെയാണ് നമ്മൾ വന്നത്. ഈ ലോകത്തേക്ക് വന്നപ്പോൾ ആരോടും നമ്മൾ പറഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആൻ 23-ാം അധ്യായം അതിന്റെ 12 മുതൽ 16 വരെയുള്ള ആയത്തുകൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നല്ലോ. ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് നീ എങ്ങനെയാ വന്നുപെട്ടത് എന്ന്, എങ്ങനെയാണ് നിന്റെ ജീവിതം ഉണ്ടായത് എന്ന്, ഉമ്മയുടെ ഗർഭാശയത്തിൽ നീ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, എങ്ങനെ അവിടെ എത്തിപ്പെട്ടു. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫത في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. വിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നില്ലേ, രക്തപിണ്ഡമായി മാംസപിണ്ഡമായി അതിനെ അസ്ഥിക്കൂടം കൊണ്ട് പൊതിഞ്ഞ പൂർണ്ണ വളർച്ചയെത്തിയൊരു മനുഷ്യനാക്കി മാതാവിന്റെ ഗർഭാശയത്തിൽ കയ്യാവ്
കണ്ണാവശ്യമില്ലാതിരുന്ന സന്ദർഭത്തിൽ അവിടെ വെച്ച് കൈ നൽകിയ റബ്ബുണ്ടല്ലോ, കണ്ണാവശ്യമില്ലാതിരുന്ന സന്ദർഭത്തിൽ മാതാവിന്റെ ഗർഭാശയത്തിൽ കണ്ണ് നൽകിയ റബ്ബുണ്ടല്ലോ, എല്ലാ അവയവങ്ങളും മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് നൽകിയില്ലേ? 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും 9 മിനിറ്റും 9 സെക്കൻഡും എന്ന് 10 മാസമെന്ന് വിധിയിൽ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നില്ലേ? നിനക്ക് കാണാനും അറിയാനും മനസ്സിലാക്കാനും എല്ലാവിധ സൗകര്യങ്ങളും ഈ ലോകത്തുണ്ടായി. നല്ലതേത് മോശപ്പെട്ടതേത് എന്ന് ചിന്തിക്കാൻ നിനക്ക് അവസരങ്ങൾ ഉണ്ടായി. അങ്ങനെ ചിന്തിച്ച് ജീവിച്ച് നീ അവസാനം വിശുദ്ധ ഖുർആൻ തൊട്ടടുത്ത ആയത്തിൽ പറഞ്ഞല്ലോ, സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ. മനുഷ്യ, നിന്നെ ഞാൻ മരിപ്പിക്കുക തന്നെ ചെയ്യും. മരിക്കുമടോ നമ്മൾ? എവിടെ വെച്ചെന്നറിയില്ല, എങ്ങനെയെന്നറിയില്ല, ഏത് രൂപത്തിലെന്നറിയില്ല. നമ്മുടെ കൂടെ കഴിഞ്ഞ വർഷം റമദാനിൽ ഇതേ സമയമുണ്ടായിരുന്നവർ ഇന്ന് നമ്മളോടൊപ്പം ഇല്ലല്ലോ. റബ്ബേ, അവരുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണം റബ്ബേ. അവർക്ക് നീ ജന്നാത്തുൽ ഫിർദൗസ് നൽകണം റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമല്ലേ നമുക്കറിയോ. റമദാൻ വിളിപ്പാടകല നിൽക്കുമ്പോ ആ റമദാനിലേക്ക് എത്തിപ്പെടുമെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. തൊട്ടടുത്ത് മരണമുണ്ട്. ഞാൻ ഈ എന്റെ വസ്ത്രത്തിന്റെ ഈ ഷർട്ടിന്റെ 1ാമത്തെ ബട്ടണും 2ാമത്തെ ബട്ടണും അതിന് ശേഷമുള്ള ബട്ടണും ഞാൻ തന്നെയാണ് ധരിച്ചത്. പക്ഷേ 1ാമത്തെ ബട്ടൺ അഴിച്ച് 2ാമത്തെ ബട്ടണിലേക്ക് എത്ര അകലമുണ്ട്? ഈ 2ാമത്തെ ബട്ടൺ അഴിക്കുമോ എന്ന് പോലും പറയാൻ എനിക്ക് സാധ്യമല്ലല്ലോ. അത്ര അടുത്ത് മരണമുണ്ട് എന്ന ആ ബോധത്തോടുകൂടി മരണത്തെ സൂക്ഷിച്ചുകൊണ്ട്, മരണത്തെ ഓർത്തുകൊണ്ട് ഉപ്പ പോയ ഖബറുണ്ടല്ലോ, ആ പള്ളിക്കാടുണ്ടല്ലോ, ഉമ്മ പോയ ഖബറുണ്ടല്ലോ, ഞാൻ ഇഷ്ടപ്പെട്ട, എന്നെ ഇഷ്ടപ്പെട്ട ധാരാളം ആളുകൾ പോയി കിടക്കുന്ന ആ പള്ളിക്കാടുണ്ടല്ലോ, അവിടേക്ക് ഞാനും എത്തിപ്പെടുമല്ലോ എന്ന ആ ബോധത്തിൽ ജീവിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു പൂർണ്ണ മനുഷ്യനായി, പൂർണ്ണ മുസ്ലിമായി ഈമാൻ ഉൾക്കൊണ്ട്, ഇഹ്സാൻ ഉൾക്കൊണ്ട്, ഇഖ്ലാസ് ഉൾക്കൊണ്ട് ജീവിച്ചവനാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണത്തെ ഓർത്തുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിനെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നവരായി മാറാൻ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാവിധ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നന്മകളും എല്ലാ നന്മകളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറുകൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. നാളെ നമുക്കും അവർക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനുള്ള സൗഭാഗ്യവും തൗഫീഖും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.